തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. അൻവറിന് ബനാമി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള ഇഡി കുരുക്ക് UDF പ്രവേശനം കാത്തുനിൽക്കുന്ന അൻവറിന് കടുത്ത ആഘാതമാണ്. എന്നാൽ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമാണ് അൻവർ ക്യാമ്പ് ഉയർത്തുന്നത്. CV അനുമോദും നവമി ദിനേശും ചേരുന്നു. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഈ ഇഡിയുടെ ഈ ആവശ്യത്തെ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അൻവർ ക്യാമ്പ്? എൽദോ, കഴിഞ്ഞ ദിവസമാണ് PV അൻവറിൻ്റെ ഒതായിലെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ സഹായിയുടെ വീടുകളിലും ഓഫീസുകളിലും ED സംഘം 14 മണിക്കൂറിലധികം സമയം റെയ്ഡ് നടത്തിയത്. അദ്ദേഹം KFCയിൽ നിന്ന് എടുത്ത 22 കോടി രൂപയുടെ വായ്പ സംബന്ധിച്ചുള്ള പരിശോധനകളാണ് എന്നായിരുന്നു വിശദീകരണം. കഴിഞ്ഞ ദിവസം EDയുടെ വാർത്താക്കുറിപ്പിൽ അതേക്കുറിച്ച് വിശദാംശങ്ങളും ED നൽകിയിരുന്നു. അദ്ദേഹം PV അൻവർ ഒരു വസ്തു ഈട് വെച്ച് 2 തവണ വായ്പ എടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. 2 പേരുകളിലാണ് വായ്പ എടുത്തിട്ടുള്ളത്. അൻവറും അൻവറിൻ്റെ സഹായിയുടെയും പേരിലാണ് വായ്പ എടുത്തിട്ടുള്ളത്. ഇത് ഒരു അനധികൃത പണം കൈമാറ്റത്തിൻ്റെ വഴിയായിട്ടാണ് ED കണ്ടിരിക്കുന്നത്. 7 മലങ്കുളം കൺസ്ട്രക്ഷൻ്റെ പേരിൽ 7.5 കോടി രൂപയും PVR ഡെവലപ്പേഴ്സിൻ്റെ പേരിലായി 2 തവണ 3.5 കോടിയും 1.56 കോടി രൂപയും വായ്പ എടുത്തു. ഇത് തിരിച്ചടയ്ക്കാതെ 22.30 കോടിയുടെ ബാധ്യത ഉണ്ടാക്കിയതായിട്ടാണ് കണ്ടെത്തലുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വായ്പാ തിരിച്ചടവിനെ കുറിച്ചല്ല, മറിച്ച് അൻവറിൻ്റെ സ്വത്ത് സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. 2016 14.38 കോടി രൂപയുടെ സ്വത്തായിരുന്നു അൻവറിനുണ്ടായിരുന്നതെങ്കിൽ 2021 ഇത് 64.14 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം വ്യക്തമാക്കാൻ അൻവറിന് സാധിച്ചിട്ടില്ല. ഈ സമയത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് എന്നായിരുന്നു ആദ്യം അൻവർ നൽകിയ വിശദീകരണം. പക്ഷേ അതേ സമയത്താണ് അൻവറിൻ്റെ സ്വത്തിൽ ഇത്രയും വർധനവുണ്ടായതായിട്ട് ED കണ്ടെത്തിയിട്ടുള്ളത്. ഈ വർധനവിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഈ വായ്പാ തട്ടിപ്പ് ഒരുപക്ഷെ കള്ളപ്പണം ഉപയോഗിച്ചുള്ള മറ്റു തരത്തിലേക്കുള്ള ഇടപാടുകളിലേക്ക് നയിക്കുന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് അൻവർ നൽകിയ വിശദീകരണം പൂർണ്ണമല്ല എന്ന് ED പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറം PV അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. UDF-ലേക്കുള്ള പ്രവേശനം പടിവാതിലേക്ക് എത്തി നിൽക്കുകയാണ്. EDയുടെ ഈ ഒരു പരിശോധനയും അതിന് പിന്നാലെയുള്ള ഈ വിശദീകരണമൊക്കെ അൻവർ കള്ളപ്പണം ശേഖരിക്കുന്നു, അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നു, ദുരൂഹമാർഗങ്ങളിലൂടെ പണം കൈമാറുന്നു, ശേഖരിക്കുന്നു എന്നുള്ള ഈ ഒരു EDയുടെ വിലയിരുത്തൽ രാഷ്ട്രീയമായിട്ട് അൻവറിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. എല്ലാ നേതാക്കളെയും ED വേട്ടയാടുന്നുവെന്ന് അൻവർ ഇന്നലെ ഒരു വിശദീകരണം നൽകുക മാത്രമായിരുന്നു, ഒരു മറുപടി നൽകുക മാത്രമായിരുന്നു ചെയ്തത്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, രാഷ്ട്രീയ നീക്കമാണ് ഇതെല്ലാം എന്നൊക്കെയാണ് അൻവർ വിശദീകരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിലുള്ള EDയുടെ നീക്കവും തുടർ നടപടികളും ഒരുപക്ഷെ അൻവറിൻ്റെ പ്രവേശനം UDF-ലേക്ക് ആഗ്രഹിക്കാത്തവർ അത് ഉപയോഗിക്കുമോ, വിമർശനമായിട്ട് കൊണ്ടുവരുമോ, ഇതൊരു കാരണമാക്കി അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. ഇനി എൽദോ. റൈറ്റ്. CV അനുമോദ്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഇപ്പോൾ ED ഇത്തരത്തിൽ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമ്പോൾ എന്താണ് കൂടുതലായിട്ട് EDക്ക് അറിയാനുള്ളത്? എൽദോ, എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. PV അൻവറിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആഴ്ചയോടുകൂടി തന്നെ, ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നോട്ടീസ് നൽകും. അൻവറിന് ഹാജരാകേണ്ട തീയതി അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 വർഷം കൊണ്ട് PV അൻവറിന്റെ സ്വത്ത് അത് 50 കോടിയുടെ വർധനവുണ്ടായെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ളൊരു റെയ്ഡ് തന്നെയായിരുന്നു അൻവറിന്റെ വീട്ടിൽ നടന്നത്. ആ റെയ്ഡിൽ പിടിച്ചെടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ EDക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചെല്ലാം തന്നെ ഇന്നലെ ഒരു കുറിപ്പ് ഇറക്കിയപ്പോൾ
ഇ ഡി വ്യക്തമാക്കിയിരുന്നു. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് അൻവറിന് ഒരേ ആസ്തി ഉപയോഗിച്ചുകൊണ്ട് 2 തവണ ലോൺ എടുക്കാൻ കഴിയും? അതിൽ ഈ KFC ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് അൻവർ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ലോൺ എടുത്തത്. ഇത്രയേറെ വരുമാനം എങ്ങനെ ഉണ്ടായി? ഇതിനൊരു കള്ളപ്പണ വെളുപ്പിക്കലുണ്ടോ എന്നൊരു സംശയം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആവശ്യമായ രേഖകളടക്കം എടുത്തുകൊണ്ട് ഹാജരാകാൻ, ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ PV അൻവറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രയും വേഗം നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ തന്നെയാണ് അൻവറിന് ഇ ഡിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ബിനാമി ഇടപാടുകളും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ അൻവർ പറയുന്ന, അതായത് ഡ്രൈവറിന്റെ പേരിലുള്ളത്, ബന്ധുവിന്റെ പേരിലുള്ള സ്വത്തുക്കളടക്കം എല്ലാം തന്നെ അൻവറിന്റെ ബിനാമികളാണെന്ന് അന്വേഷണ സംഘത്തിന് ഇ ഡിക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇ ഡി അൻവറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിൽ ഇതിൽ കൃത്യമായി പറയുന്നുമുണ്ട്. ഒപ്പം ഈ അൻവറിന്റെ ഒരു വിശദീകരണം, ഇതിൽ പല കാര്യങ്ങളും, ഇത്രയേറെ കോടികളുടെ വർധനവ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാനും അൻവറിന് കഴിഞ്ഞില്ല എന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ PVR ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയേറെ തുക അൻവർ കണ്ടെത്തിയത് എന്ന് തന്നെയാണ് അൻവർ ഇ ഡിക്ക് നൽകിയ മറുപടി. പക്ഷെ അതിലുമൊക്കെ പല ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ KFCക്കുണ്ടായ നഷ്ടമടക്കം ഇ ഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ തരത്തിലേക്കാണ് അൻവറിന്റെ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ സ്വത്തുക്കളുടെ മേലുള്ള ഇ ഡിയുടെ അന്വേഷണം എന്തായാലും എത്രയും വേഗം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ KFCയിലെ ഉദ്യോഗസ്ഥരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടേക്കും. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരേ ആസ്തി തന്നെ 2 തവണ ലോൺ കൊടുത്തത്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരൂഹതയാണ് നിലനിൽക്കുന്നത്, ഇതിലുമൊക്കെ വ്യക്തത തേടിക്കൊണ്ട് ഉദ്യോഗസ്ഥരോടും ഹാജരാകാൻ ആവശ്യപ്പെടുമെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് കുരുക്ക് മുറുകുകയാണ്. ആദ്യം ഇ ഡിയുടെ റെയ്ഡ്, അതിന് പിന്നാലെ ഇ ഡിയുടെ കണ്ടെത്തൽ, ഇതെല്ലാം വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുമുണ്ട്. അതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉടനെ നോട്ടീസ് അയക്കുവാനും ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അൻവർ ഇതിനെല്ലാം ഏത് വിധത്തിൽ പ്രതിരോധിക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഈ രാഷ്ട്രീയമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാനാണ് അൻവറിന്റെ തീരുമാനം. പക്ഷെ അതിൽ അപ്പോഴും ഇ ഡിക്ക് വേണ്ടത് തെളിവുകളാണ്, ഇ ഡിക്ക് വേണ്ടത് വ്യക്തതകളാണ്. അത് കൃത്യമായി ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കുവാൻ അൻവറിന് കഴിയുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. റൈറ്റ്, അനുമതി, ഇപ്പോൾ നോമി സൂചിപ്പിച്ച പോലെ ഈ അൻവർ കരുതുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമായിട്ടാണല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇനി 2015 KFCയിലെടുത്ത ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങി എന്നുള്ള പരാതിയിലാണല്ലോ ഈ റെയ്ഡിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അൻവർ ചോദിക്കുന്നത് പോലെ തന്നെ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോയതിൽ കള്ളപ്പണ ഇടപാടുണ്ടാകുന്നത് എങ്ങനെയെന്ന് ഒരു ചോദ്യം ഉയരുന്നത് സ്വാഭാവികമല്ലേ? ഇനി ഇ ഡിയുടെ ഈ റെയ്ഡിൽ എന്തൊക്കെ രേഖകൾ ആണ് ഇ ഡി കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാണ് അൻവർ പറയുന്നത്? എന്തോ ചോദ്യം എന്നോടാണ്, ആവർത്തിക്കാമോ? യെസ്, അനുമോദനോട്. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇ ഡിയുടെ നീക്കം എന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ടല്ലോ. 2015 എടുത്ത വായ്പ, അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണല്ലോ ഈ പരാതിയിലേക്ക് നയിക്കുന്നതും ഏറ്റവും ഒടുവിൽ അത് റെയ്ഡിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഇത് ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോകുന്നത് അതൊരു കള്ളപ്പണ വെളുപ്പിക്കൽ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിന്റെ ഭാഗമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നുള്ള അൻവറിന്റെ ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായും ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് നേരത്തെ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്ന ഒരു കാര്യമാണ്. അതായത് വിജിലൻസ് ഓഗസ്റ്റ് മാസത്തിൽ അൻവറിൻ്റെ വീടിലും അതേപോലെ ഓഫീസുകളിലും റെയ്ഡ് നടത്തുകയും മറ്റ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അന്നും ഈ ഒരു വായ്പയുടെ കാര്യമായിരുന്നു എടുത്തു പറഞ്ഞിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് KFCയിൽ നിന്നും എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നുള്ള പരാതി അന്വേഷിക്കുന്നു എന്നുള്ള വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് PV അൻവർ വിശദീകരിച്ചിരുന്നത് 9 കോടി രൂപയാണ് 3 തവണയായിട്ട് വായ്പ എടുത്തിരുന്നത്. എന്നാൽ അത് അദ്ദേഹം MLA ആകുന്നതിന് മുൻപാണ്, 2015-ലാണ്. തുടർന്ന് 6 കോടിയോളം രൂപ അദ്ദേഹം വായ്പയുടെ തിരിച്ചടവിലേക്ക് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വായ്പ പൂർണ്ണമായും അടച്ചു,
2 വായ്പകളാണ് ഇനി അടയ്ക്കാൻ ബാക്കിയുള്ളത്. ഈ വായ്പകളുടെ കുടിശ്ശിക ഒന്നിച്ച് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റായി അടച്ചു തീർക്കാനുള്ള അപേക്ഷ KFCക്ക് നൽകിയിരുന്നു. എന്നാൽ KFC ഇത് നിരസിക്കുകയായിരുന്നു. വൺ ടൈം സെറ്റിൽമെൻറ്റിന് നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുള്ള അൻവറിൻ്റെ അപേക്ഷ KFC തള്ളുകയായിരുന്നു. തുടർന്ന് മേഴ്സി സെറ്റിൽമെൻറ്റിന് വീണ്ടും ശ്രമിച്ചു. പക്ഷേ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ തനിക്കെതിരെ നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന ഒരു ആനുകൂല്യം, ഒരു സാധാരണ പൗരന് ലഭിക്കേണ്ട ഒരു ആനുകൂല്യം തനിക്ക് ലഭിച്ചില്ല. അതിൽ വീണ്ടും നിയമപരമായിട്ട് നീങ്ങിയിരിക്കുകയാണ് എന്നാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. അൻവർ അന്ന് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനി അടയ്ക്കാനുള്ളത് 7.5 കോടി രൂപയോളം മാത്രമാണ് എന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യത്യസ്തമാണ്. അത് വിജിലൻസിൻ്റെയും EDയുടെയും കണക്കും അൻവർ പറയുന്നത് വ്യത്യസ്തമായ കണക്കുകളാണ്. പക്ഷേ ഇതിൽ അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം MLA ആയതിനു ശേഷം തനിക്കെതിരെയുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും തൻ്റെ ബിസിനസ്സിനെ ബാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കക്കാടംപൊയിലെ പാർക്ക്, അതേപോലെ കൺസ്ട്രക്ഷൻസിന്, ഇതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കാരണം വലിയ എതിർപ്പുകൾ വരികയും തൻ്റെ ബിസിനസ്സിൽ തനിക്ക് ശ്രദ്ധ നഷ്ടമാവുകയും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് തിരിച്ച ലാഭം കിട്ടാത്ത അവസ്ഥ വരികയും വലിയ നഷ്ടം വരികയും ചെയ്തു. അങ്ങനെയാണ് പണം വായ്പ തിരിച്ചടവ് മുടങ്ങിയത് എന്നാണ് അൻവർ കഴിഞ്ഞ മാസമല്ല ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ഇന്നലെ അദ്ദേഹം പറഞ്ഞതിലും സമാനമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കണക്കുകൾ കൃത്യമായി പറഞ്ഞിരുന്നില്ല. ഈ പറയുന്ന തരത്തിലുള്ള തിരിച്ചടവ് മുടങ്ങിയതാണ് ഈ ഒരു കുടിശ്ശികയുടെ പലിശയുടെ പലിശയൊക്കെ കയറി 22 കോടിയിലേക്ക് എത്തിയത് എന്നൊരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും താൻ ഇങ്ങനെ ആയതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന കാരണവും പറയുന്നു. തൻ്റെ തിരിച്ചടവ് വൺ ടൈം സെറ്റിൽമെൻ്റായിട്ട് സ്വീകരിക്കാത്തതിൻ്റെ കാരണം രാഷ്ട്രീയമാണെന്ന് അൻവർ പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ അന്വേഷണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അൻവർ പറഞ്ഞു വെക്കുമ്പോൾ തനിക്ക് നേരെ ഉണ്ടാകുന്ന വിജിലൻസിൻ്റെയും EDയുടെയും അന്വേഷണങ്ങളെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളായിട്ട് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണെങ്കിലും അടുത്ത നീക്കം എന്തായിരിക്കും EDയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ED വീണ്ടും വിളിപ്പിച്ച് അൻവറിനെ അറസ്റ്റിലേക്കുള്ള നടപടിയിലേക്ക് നീങ്ങിയാൽ അതൊരുപക്ഷെ രാഷ്ട്രീയമായിട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അൻവറിൻ്റെ ഭാവിക്ക് വളരെ വലുതായിരിക്കും. നിലവിൽ തന്നെ അൻവർ UDFൻ്റെ പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. എപ്പോഴാണ് ഉള്ളിലേക്ക് കയറുക എന്ന് പറയാനായിട്ടില്ല. ഇപ്പോഴും അൻവറിനെ അടുപ്പിക്കുന്ന കാര്യത്തിൽ ജില്ലയിലെ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും, എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. എൽദോ റൈറ്റ്. എന്താണെങ്കിലും അൻവറിന് മേലുള്ള കുരുക്ക് മുറുകുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ വിടാതെ പിന്തുടരുകയാണ് ED. വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ ഓഫീസിൽ എത്തണം. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നുള്ള പ്രത്യാരോപണം ഉന്നയിക്കുന്നുണ്ട് PV അൻവർ. പക്ഷേ അപ്പുറത്തേക്ക് എന്തൊക്കെ തെളിവുകൾ, രേഖകൾ ഹാജരാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ബെനാമി ഇടപാടുകളിൽ ED പ്രകടിപ്പിക്കുന്ന സംശയങ്ങൾ. മാത്രമല്ല ആസ്തിയുടെ വർധനവിൽ ഉണ്ടായ മാറ്റമൊക്കെ എങ്ങനെയൊക്കെ അൻവറിന് ഇതിൽ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാണെങ്കിലും ED വീണ്ടും കൂടുതൽ ചോദിച്ചറിയാൻ വേണ്ടി കൊച്ചിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് PV അൻവർ.